മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് ആരുമില്ല. ഇത് എവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇസ്ലാം എന്ന് ഓർത്താം. നമ്മൾ സെക്യുലർ ആയിരിക്കാം, നമ്മൾ അങ്ങനെ മോഡേൺ ആയിരിക്കാം, നമ്മൾ അങ്ങനെയൊക്കെ ആവാൻ പറ്റും, മുസ്ലിം ആവാൻ പറ്റൂല. ആഘോഷങ്ങളാകട്ടെ, എന്ത് പരിപാടികളാകട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഖീദയെ നിങ്ങൾ അടിയറ വെച്ചിട്ടുണ്ടോ, ഇസ്ലാമിന്റെ ദായിറയിൽ നിന്ന് പുറത്തു പോകും. അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ലാത്തൊരു പോയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അത്രേ മതത്തെ കാണുന്നുള്ളൂ, ഞങ്ങൾക്ക് അത്രേ ഇസ്ലാം ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് അവരായി, അവരുടെ പാടായി. പക്ഷെ പാടുള്ളതല്ല. ഞാൻ ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ, അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാൾ ചെയ്തില്ലേ, അവർ ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്ത് ഇന്നതാണെന്ന് വാതുറന്ന് പറയാൻ പണ്ഡിതന്മാർ വരെ മടിക്കുന്ന കാലമാണ്. പേടിയാണ്, സെക്കുലർ അല്ലാതെ പോകുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മതി. ഇസ്ലാം തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ശരിയായ വിശ്വാസത്തിലും അഖീദയിലും ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമേ ലോകത്തുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുള്ളൂ. ഏലിയനായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ ഒരു കൂട്ടര്, ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നുന്നൊരവസ്ഥ വരുന്ന. പക്ഷേ തൂബാലിൽ ഖുറബാ, ആ ന്യൂനപക്ഷത്തിനാണ് സർവമാന നന്മകളും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.